സായികുമാർ, ഇപ്പോൾ കേരള സ്റ്റോറിയുമായി ബന്ധപ്പെട്ട നിരവധി പ്രതികരണങ്ങൾ വരുന്നു. അതിൽ എ റഹീം എംപിയുടെ പ്രതികരണം, സിനിമ കാണാൻ കേരളം പോകില്ല, കേരളത്തിലെ ജനങ്ങൾ അതിന് തയ്യാറാകില്ല എന്നുള്ളതാണ്. പക്ഷേ BJP സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞതിൽ നിന്ന് വിഭിന്നമായി കുമ്മനം താൻ സിനിമ കാണുമെന്നൊരു പ്രതികരണമായി രംഗത്ത് വരുന്നുണ്ട്. എന്താണ് അദ്ദേഹത്തിന്റെ പ്രതികരണത്തിന്റെ പൂർണ്ണ രൂപം സായി? തീർച്ചയായും സ്മൃതി, വലിയ പ്രതിഷേധം, വലിയ രോഷം കേരളത്തിന്റെ സാംസ്കാരിക മനസ്സ് സിനിമയോട് കാണിക്കുന്നുണ്ട് എന്നുള്ളതാണ്. തിയേറ്ററുകളിൽ ആളില്ല എന്നുള്ളത് അതിന്റെ വ്യക്തമായ ഉദാഹരണം കൂടിയാണ്. പക്ഷേ ഈ സിനിമയെ പിന്തുണച്ചും ചില പ്രതികരണങ്ങൾ വരുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതിലിപ്പോൾ കുമ്മനം രാജശേഖരൻ, BJPയുടെ മുൻ സംസ്ഥാന അധ്യക്ഷനും മുതിർന്ന BJP നേതാവ് കൂടിയായ അദ്ദേഹം പറയുന്നത് താൻ ഈ സിനിമ നിർബന്ധമായും കാണും എന്ന് തന്നെയാണ്. ഇപ്പോഴത്തെ തണുപ്പൻ പ്രതികരണം കണക്കാക്കേണ്ടതില്ല, ആളുകൾ ഈ സിനിമ വന്ന് കാണും എന്നൊരു പ്രതീക്ഷയാണ് അദ്ദേഹം പ്രകടിപ്പിക്കുന്നത്. സിനിമ എന്ത് ചർച്ച ചെയ്യുന്നു എന്നതാണ് പ്രധാനം എന്നതാണ് കുമ്മനത്തിന്റെ വാദം. കേരളത്തിൽ ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യത്തിന് ഉറപ്പായും ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ട്. അതായത് കേരള സ്റ്റോറിയിൽ പറയുന്നതെല്ലാം അത് സത്യമാണ് എന്ന രീതിയിലാണ് കുമ്മനം രാജശേഖരൻ പ്രതികരിക്കുന്നത്. ഇക്കാര്യത്തിൽ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ പോലും ആശങ്കയുണ്ട് എന്നുകൂടി കുമ്മനം രാജശേഖരൻ പറഞ്ഞു വെക്കുന്നുണ്ട്. ഇതിന്റെ സംവിധായകരോടും അണിയറ പ്രവർത്തകരോട് പോലും ചോദിക്കുമ്പോൾ അവർ പോലും സമ്മതിക്കുന്നില്ല കേരളത്തിൽ ഇങ്ങനെയൊക്കെ ഉണ്ട് എന്നുള്ളത്. പക്ഷേ കുമ്മനം രാജശേഖരന് യാതൊരു വിധത്തിലുമുള്ള സംശയങ്ങളുമില്ല. ഈ സിനിമയിൽ പറയുന്നതെല്ലാം കേരളത്തിൽ നടക്കുന്നുണ്ട് എന്ന് ഉറപ്പിച്ച് തന്നെ പറയുകയാണ് കുമ്മനം രാജശേഖരൻ. ഇനിയിപ്പോൾ സമാനമായി ഇപ്പോൾ ജോർജ് കുര്യൻ അടക്കമുള്ള കേന്ദ്രമന്ത്രിമാരുടെ പ്രതികരണം അടക്കം അല്പസമയത്തിനകം നമ്മൾ ശ്രമിക്കുന്നുണ്ട്. സ്വാഭാവികമായും കൂടുതൽ ആളുകൾ ഈ സിനിമയെ അനുകൂലിച്ച് രംഗത്ത് വരുമോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. ഏതായാലും ഒരു ഭാഗത്ത് വലിയ പ്രതിഷേധവും നടക്കുന്നുണ്ട്. എ റഹീം MP അടക്കമുള്ള നേതാക്കൾ സിനിമയ്ക്കെതിരെ ഇത് സംഘപരിവാറിന്റെ പദ്ധതിയാണ് എന്ന രീതിയിലുള്ള പ്രതികരണവുമായി വരികയും ചെയ്യുന്നു. ഏതായാലും തിയേറ്ററുകളിൽ നിലവിൽ എവിടെയും തന്നെ ആളുകളില്ല, ഷോ തുടങ്ങാൻ കഴിയാത്തൊരു സാഹചര്യമാണുള്ളത്. അല്പസമയത്തിനകം തന്നെ ഒരു പരസ്യ പ്രതിഷേധം വിവിധയിടങ്ങളിൽ നടക്കും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. സ്മൃതി, ശരി, വിവിധ പ്രതികരണങ്ങൾ വരുമ്പോൾ കണ്ണൂരിൽ കേരള സ്റ്റോറി പ്രദർശനത്തിന് എത്തുന്നുള്ള വാർത്ത കൂടിയുണ്ട്. കണ്ണൂർ ലിബർട്ടി തിയേറ്ററിൽ കേരള സ്റ്റോറി പ്രദർശിപ്പിക്കുന്നു എന്നുള്ള വിവരം കൂടിയാണ്. പക്ഷേ തിയേറ്ററിലേക്ക് ആളുകൾ എത്തുന്നുണ്ടോ എന്നതും പ്രധാനമാണ്. തിയേറ്ററിലേക്ക് എത്തുന്നുണ്ടെങ്കിൽ അവരുടെ പ്രതികരണവും പ്രധാനമാണ്. തിയേറ്ററുകളിൽ തണുത്ത പ്രതികരണമാണ് എന്നുള്ളത് കേരളമാകെ തന്നെ ഈ സിനിമയെ തള്ളിക്കളയുകയാണ് എന്നതിൻ്റെ ഉദാഹരണമായി മാറുകയാണ്. കേരള സ്റ്റോറി 2, കേരള സ്റ്റോറി 1-നേക്കാൾ വലിയ രീതിയിൽ അതിനെതിരെ പ്രതിഷേധങ്ങളും പ്രതികരണങ്ങളും വരുന്നുണ്ട്.